ഡെലിവറി കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി കേട്ടോ. ഡെലിവറി ടൈമിലെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്നാറ്റൽ കെയറും. സിജി എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതോർത്ത് ഇച്ചാൻ ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദേ ഇത് കണ്ടോ, നീരൊഴുക്ക് വൈദ്യശാല. ഇവിടെ എല്ലാ ആയുർവേദ ട്രീറ്റ്മെന്റുകളും ഉണ്ട്. ഇച്ചാൻ അവർക്ക് ഹോം സർവീസ് ഉണ്ട്. അന്നേരം അവര് ഇവിടെ വന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തു തരും. പോസ്റ്റ്നാറ്റൽ കെയറിന് 3 പാക്കേജ് ആണ് കേട്ടോ വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 7 ദിവസത്തെ ഹോം സർവീസ് ആണ്. 100 വർഷത്തെ പാരമ്പര്യമുള്ള നീരൊഴുക്കിൽ വൈദ്യശാല തന്നെയാണ് ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം 100% ആയുർവേദിക് ആണ്. അതുമാത്രമല്ല ഇവരുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള യദസൂത്ര ആയുർവേദിക്കിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി കേട്ടോ. അതിന് കാരണം നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത സൽക്കല ചേച്ചി വളരെ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ വെൽ എക്സ്പീരിയൻസ്ഡും ആയിരുന്നു. നമ്മുടെ വീട്ടിലെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്തത്. ഓരോ സ്റ്റെപ്പും ചേച്ചി കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ശരിക്കും ഫസ്റ്റ് ഡെലിവറിയിലും ചേച്ചിനെ വിളിക്കായിരുന്നല്ലേ? ശരിക്കും സിജിയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. കാരണം സിജി അത്രയും ഹാപ്പിയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് വന്നത്. അപ്പോൾ ഞാനും ഒരുപാട് ഹാപ്പിയാണ്. കാരണം നമ്മുടെ പാർട്ട്നേഴ്സിന് ഏറ്റവും നല്ല ബെസ്റ്റ് കെയർ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ. കേരളത്തിൽ എവിടെയാണെങ്കിലും ഹോം സർവീസസ് അവൈലബിൾ ആണ്. കേരളത്തിന് പുറത്താണെങ്കിൽ സ്റ്റേ ബാക്ക് സർവീസസും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രീനേറ്റൽ കെയർ, പെയിൻ മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ്സ്, റിജുവനേഷൻ ട്രീറ്റ്മെന്റ്സ്, പിന്നെ ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുൾ ബോഡി മസാജ്, അങ്ങനെ പല ടൈപ്പ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ 7 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ചേച്ചി പോയപ്പം സിജിയും ആകെ സാഡായിരുന്നു. കാരണം അത്രയും ഫ്രണ്ട്ലിയും കെയറിംഗ് ആയിരുന്നു കേട്ടോ ചേച്ചി.